ശകുന്തള രണ്ടാം ഭാഗം. ചരിത്രത്തിലെ എക്കാലത്തെയും ദർശന റെക്കോർഡ് നേടിയ സീരിയലായിരുന്നു മഹാഭാരതം. ഈ കഥകൾ നിങ്ങളെ ഹരം കൊള്ളിക്കും. കഥകൾ കേൾക്കുന്നതിന് കഥാവേദി ലിങ്കിൽ ജോയിൻ ചെയ്യൂ. ശകുന്തളയുടെ ഒന്നാം ഭാഗത്തിൻ്റെ തുടർച്ച. കഴിഞ്ഞ ഭാഗത്തിൻ്റെ ഓർമ്മ. ഗാന്ധർവ വിധി പ്രകാരം കണ്വാശ്രമത്തിൽ വെച്ച് വിവാഹിതരായ ശകുന്തള ദുഷ്യന്തന്മാർ ഏതാനും ദിവസത്തെ വാസത്തിന് ശേഷം രാജാവ് ഒറ്റയ്ക്ക് കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. വിരഹത്തിൽ വസിക്കുന്ന ശകുന്തളയെ ഇനി നമുക്ക് ഇവിടെ കാണാം. ശകുന്തള ആശ്രമത്തിൽ പല നാളുകൾ, പല വർഷങ്ങൾ പോലെ കഴിച്ചുകൂട്ടി. ഉദരത്തിൽ വലുതായിക്കൊണ്ടിരിക്കുന്ന ദുഷ്യന്തന്റെ മമതയുടെ ഉറഞ്ഞ രൂപം, തൻ്റെ ഉള്ളിൽ വളർന്നു വരുന്ന തൻ്റെ തന്നെ ഹൃദയാംശം എപ്പോഴും പുറമേ നിന്ന് തലോടി സുഖം അനുഭവിച്ചുകൊണ്ടിരുന്നു. അമ്മയെന്ന് വിളിച്ചോ? അല്ല, തോന്നിയതാകും. മാസങ്ങൾ പലതും കടന്നുപോയി. കാണാൻ കൊതിച്ച കൺമണി ഒരു ദിവസം സ്വന്തം കൈകളിലെത്തി. വിരഹം പതുക്കെ ഓമനയ്ക്ക് വഴിമാറിയോ? ഇല്ല. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഹൃദയം വിങ്ങും. അപ്പോഴൊക്കെ ദുഃഖം കണ്ണുനീരിൽ കുതിർന്ന് വഴിമാറും. ഉണ്ണിക്കുട്ടൻ വളർന്നുകൊണ്ടിരുന്നു. കാട്ടിൽ നിന്ന് പല മൃഗങ്ങളെയും ശക്തി കൊണ്ട് പിടിച്ചു മെരുക്കി ആശ്രമ പ്രാന്തങ്ങളിൽ കെട്ടിയിടുക ചെറുപ്പത്തിലെ പതിവായിരുന്നു. എല്ലാത്തിനെയും മെരുക്കുന്നവനെന്നുള്ള അർത്ഥത്തിൽ അവനെ ആശ്രമവാസികൾ സർവദമനൻ എന്ന് വിളിച്ചു പോന്നു. ഒരു ദിവസം കണ്ണോമുനിക്ക് തോന്നി, ദുഷ്യന്തൻ ഇതുവരെ വാഗ്ദാനം പാലിച്ച് പല്ലക്കുമായി എത്തിയില്ല. ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ദുഷ്യന്തനെ അങ്ങോട്ട് പോയി കാണുക തന്നെ. ഇനിയും അമാന്തിക്കുന്നത് ഉചിതമല്ല. ശകുന്തളയെയും കുട്ടിയെയും ഗൗതമി എന്ന മുനികന്യകയെയും ശിഷ്യനായ ശാർക്കരവനെയും കൂട്ടി ദുഷ്യന്തന്റെ കൊട്ടാര നഗരമായ ഹസ്തിനപുരിയിലേക്ക് അയച്ചു. കൊട്ടാരത്തിലേക്കുള്ള വഴിയരികിൽ ഉള്ള കാഴ്ചകളൊന്നും ശകുന്തളയുടെ മനസ്സിൽ പതിച്ചില്ല. മനസ്സിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, തൻ്റെ മനസ്സിലെ മോൻ്റെ അച്ഛൻ രാജാവിൻ്റെ പ്രതിച്ഛായ. എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഇല്ല. രാജസദസ്സിൽ സഭാവാസികൾ. പെട്ടെന്ന് പരിസരബോധം വന്ന് കൂടെയുള്ളവരുടെ മുഖത്തേക്ക് നോക്കി. തൻ്റെ ആത്മഗതമായുണ്ടായ ജൽപ്പനങ്ങളൊന്നും ആരും കേട്ടിട്ടില്ല. മുഖത്തെ അങ്കലാപ്പിൻ്റെ ഭാവം ആശ്വാസത്തിനെ ചിരിയിലേക്ക് മറഞ്ഞു. മനസ്സിലെ മധുരസ്മരണകൾ വഴിയിലെ യാത്രാക്ഷീണത്തെ അറിയിച്ചില്ല. കൊട്ടാരവാതിക്കലെ പടയാളികളുമായി മുനി ശാർക്കരവൻ എന്തോ സംസാരിച്ചു. ഒരു ഭടൻ ഉള്ളിൽ പോയി അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വന്ന് അവരെ രാജാവിന് മുന്നിൽ ഹാജരാക്കി. ദുഷ്യന്തന്റെ മുന്നിൽ ആഗതയായ ശകുന്തള നമസ്കാര പൂജകളെല്ലാം ചെയ്ത് സർവ്വധമനെ കൊണ്ട് കാൽക്കൽ നമസ്കരിപ്പിച്ചു. രാജാവ് പാപഭേദങ്ങളൊന്നും കൂടാതെ ചോദിച്ചു, അല്ലയോ തപസ്വിനി, താങ്കൾക്ക് എന്താണ് വേണ്ടത്? ഇവിടെ ഋഷീശ്വരന്മാർ പലരും വന്നു കണ്ടിട്ടുണ്ട്, എന്നാൽ ഒരു സ്ത്രീയെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു കുട്ടിയും കൂടെ ഉണ്ടല്ലോ. കണ്ടിട്ട് ഋഷിവരിയായിട്ട് തോന്നുന്നുമില്ല. മടിക്കാതെ പറഞ്ഞോളൂ. പാർക്കാൻ ഭൂമിയോ പണമോ എന്താണ് വേണ്ടത്? ശകുന്തള ഒരു നിമിഷം അന്താളിച്ചു നിന്നുപോയി. എഴുന്നേറ്റ് വന്ന് തന്നെ കെട്ടിപ്പിടിച്ച് മോനെ എടുത്ത് ഉമ്മ വയ്ക്കുമെന്ന് വിചാരിച്ചിരുന്നത് കൊണ്ട് പെട്ടെന്ന് ശകുന്തളയുടെ മുഖഭാവം മാറി. ഉടനെ സമന്വയം പ്രാപിച്ച്, ഇത്ര കാലമായില്ലേ, ഒരുപക്ഷെ തിരിച്ചറിഞ്ഞില്ലായിരിക്കാം. ശകുന്തള ആത്മകഥം ചെയ്ത് തങ്ങളെ പരിചയപ്പെടുത്തി. അല്ലയോ മഹാരാജാവേ, അങ്ങ് എന്നെ മറന്നുപോയോ? അങ്ങ് കണ്വാശ്രമത്തിൽ വെച്ച് അച്ഛനില്ലാതിരുന്ന വേളയിൽ ശ്രേഷ്ഠമായ ഗാന്ധർവ വിധി പ്രകാരം എന്നെ അർദ്ധാംഗിനിയായി സ്വീകരിച്ചത്. കുട്ടിയെ പിടിച്ച് മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് തുടർന്നു, ഇത് അങ്ങയുടെ കുട്ടിയാണ്. അങ്ങ് വാക്ക് തന്നതനുസരിച്ച് ഇവനെ യുവരാജാവായി വാഴിച്ചാലും. അത്ഭുതം കൂറി രാജാവ് ആരോടൊന്നില്ലാതെ പറഞ്ഞു, ഇവൾ വല്ല ദുരാചാരിണിയോ മറ്റോ ആണോ? എന്നിട്ട് ശകുന്തളയുടെ നേരെ തിരിഞ്ഞ്, ഞാൻ ഇതുവരെ എങ്ങും കണ്ടതായിട്ട് പോലും ഓർക്കുന്നില്ല. പണത്തിന് വേണ്ടിയാണെങ്കിൽ നീ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോയിക്കോളൂ. അഭിമാനത്തെ ഭ്രംശിക്കുന്ന രാജാവിൻ്റെ വാക്കുകൾ ചെവിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. ഏതാനും സമയം അവൾ മരപ്പാവ് പോലെ നിന്നു. മുഖം രക്തവർണമായി, ചുണ്ടുകൾ വിറച്ചു, കണ്ണുകളിൽ 2 തുള്ളി കണ്ണുനീർ വന്ന് തൂങ്ങി നിന്നു. അല്പസമയം കൊണ്ട് സംയമനം വീണ്ടെടുത്ത് പറഞ്ഞു, മഹാരാജൻ, അങ്ങ് ഓർത്തു നോക്കൂ, ആത്മവഞ്ചന കൊടും പാപമാണ്. അതിലും വലിയ പാപം അങ്ങയ്ക്ക് വരാനില്ല. അറിഞ്ഞുകൊണ്ട് സത്യലംഘനം ചെയ്യുന്നവർ കുംഭീഭാഗമായ നരകത്തിൽ പതിക്കും. അല്പവിരാമത്തിന് ശേഷം ശകുന്തള തുടർന്നു, ഞാൻ അങ്ങയുടെ പതിവ്രതയായ പത്നിയാണ്. അങ്ങയുടെ വാമഭാഗത്തിൻ്റെ അധികാരി. ഈ നിൽക്കുന്നത് അങ്ങയുടെ പുത്രനാണ്. ദുഷ്യന്തൻ പറഞ്ഞു, എന്താണ് നിങ്ങൾ അസത്യം പുലമ്പുന്നത്? വല്ല ബുദ്ധിഭ്രംശവും വന്നുപെട്ടോ? അതോ കാപട്യം നടിച്ച് കൊട്ടാരത്തിൽ കയറിക്കൂടി രാജ്യം അപകടപ്പെടുത്താൻ വന്നതോ? നിങ്ങൾ ആരാണ്, പറയൂ.
ആരോരുമില്ലാതെ വീതികളിൽ അലഞ്ഞു തിരിയുന്ന കുലീനത്വമില്ലാത്ത സ്ത്രീകൾ. കുട്ടികളുടെ ഉറവിടവും ആർക്കറിയാം? കുലീനത്വമില്ലാത്ത എന്ന വാക്ക് ശകുന്തളയുടെ ഹൃദയത്തിൽ തറച്ചു. അങ്ങയുടെ മകൻ അങ്ങയെ പുംനരകത്തിൽ നിന്ന് കരകയറ്റാനുള്ള ഉപാധിയാണ്. ദേവസുന്ദരിയായ മേനകയാണ് എൻ്റെ അമ്മ. അങ്ങയെപ്പോലുള്ള രാജാക്കന്മാർ നമിക്കുന്ന ഋഷി വിശ്വാമിത്രനാണ് എൻ്റെ പിതാവ്. അങ്ങയെ രക്ഷിക്കാൻ അങ്ങയുടെ പുത്രനെ അങ്ങ് സ്വീകരിച്ചാലും. അത്ഭുതം കലർന്ന ദേഷ്യത്തോടെ രാജാവ് തിരിച്ചു ചോദിച്ചു, നിന്നെയും നിന്റെ അമ്മയെയും കൊടുങ്കാട്ടിൽ ഉപേക്ഷിച്ച് നിന്റെ അച്ഛൻ ആരാലും ആരാധ്യനല്ല, നിഷ്ഠൂരനാണ്. നിന്റെ അമ്മ ദേവേന്ദ്രൻ്റെ വാക്കുകേട്ട് ആരുടെയും കൂടെ പോകാൻ തയ്യാറാകുന്നവളാണ്. അങ്ങനെ ഉണ്ടാവുന്ന കുട്ടികൾ മിശ്രവംശജരുമാണ്. അവർക്കെന്ത് കുലീനത്വമാണ് പറയാനുള്ളത്? രാജാവിൻ്റെ വാക്കുകൾ അവളിൽ ക്രൂരമ്പുകളായി തുളച്ചു കയറി. പിടിച്ചു വച്ചിരുന്ന ഏതാനും ബാഷ്പബിന്ദുക്കൾ പിടിവിട്ട് മേലങ്കിയിലേക്ക് ഉതിർന്നു വീണു. രൗദ്രമായ കണ്ണുകൾക്ക് മീതെ ഉച്ചത്തിൽ ചാലിച്ച ചിരി ചുണ്ടുകളിൽ വരുത്തി ശകുന്തള പ്രതിവചിച്ചു, ഏ രാജസത്തമ, ഞാൻ നിന്നേക്കാൾ ശ്രേഷ്ഠയാണ്. മുക്തി നേടി എല്ലാവരും പോകാൻ വെമ്പുന്ന ലോകത്തേക്ക് എനിക്ക് ഇച്ഛാനുസരണം പോകാം. അങ്ങയ്ക്കത് പറ്റില്ല. സമ്മതത്തിന് കാത്തു നിൽക്കണം. എൻ്റെ ശ്രേഷ്ഠത അങ്ങയോട് തർക്കിക്കേണ്ട കാര്യമില്ല. രാജാവിന് തൻ്റെ അധികാരത്തിൻ്റെ ഓർമ്മ ഉണ്ടായി. ഒരു രാജാവിൻ്റെ സന്നിധിയിൽ വന്ന് രാജാവിനെ തന്നെ ഭത്സിക്കുന്നുവോ? മാന്യ സ്ത്രീകൾക്ക് ചേർന്ന രീതിയാണോ? നീ ഇറങ്ങിപ്പോകുന്നോ അതോ ബലം പ്രയോഗിച്ച് ഇറക്കിവിടണോ? ആശ കഴിഞ്ഞ ശകുന്തള മനസ്സിൽ പറ്റുന്നിടത്തോളം സൗമ്യത വരുത്തി. ഒരു രാജാവിൻ്റെ പ്രഥമധർമ്മം തെറ്റുകൾക്ക് ന്യായവിധി നടത്തുക എന്നതാണ്. ന്യായവിധിയുടെ അടിസ്ഥാനം സത്യമാണല്ലോ. അതങ്ങ് പ്രകടിപ്പിക്കുന്നില്ല. സർവ്വധമന് നേരെ മുഖാംഗ്യം ചെയ്ത് അവൾ തുടർന്നു, ഇവൻ അങ്ങയുടെ പുത്രനാണ്. ഇവനെ അങ്ങ് ഇവിടെ നിർത്തിയാലും. അല്പം സ്വരം മാറ്റി, അങ്ങ് ഇവനെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഇവൻ ഒരിക്കൽ ഒരു ചക്രവർത്തിയാകും. ഇത്രയും പറഞ്ഞ് അവൾ പോകാനായി തിരിഞ്ഞോടുന്നു. ഹേ ദുഷ്യന്ത, ഇവൾ പറഞ്ഞതെല്ലാം സത്യമാണ്. ശകുന്തള നിന്റെ പതിവ്രതയായ ഭാര്യയാണ്. ഇവൻ നിന്റെ പുത്രനാണ്. ഇവനെ നീ സ്വീകരിച്ചു ഭരിക്കുക എന്നുള്ള അർത്ഥം പരിപാലിക്കുക. അതുകൊണ്ട് ഇവൻ ഭാവിയിൽ ഭരതൻ എന്ന പേരിൽ അറിയപ്പെടും. ദുഷ്യന്തൻ ഉൾപ്പെടെ സഭാവാസികളെല്ലാവരും ആകാശത്തേക്ക് നോക്കി. അശരീരി കേട്ട് എല്ലാവരുടെയും മുഖം തെളിമയുള്ളതായി. ദേവി മുന്നോട്ട് വച്ച കാലടികൾ തന്നെ നിശ്ചലയായി നിന്നു. സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ രാജാവ് മകനടുത്തേക്ക് വന്ന് കെട്ടിപ്പിടിച്ച് ശകുന്തളയെയും കൈക്കുള്ളിലാക്കി. തുടർന്ന്, പ്രിയേ, നീ ശുദ്ധിയാണെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ നേരെ സ്വീകരിച്ചാൽ പൊതുജനം നിന്നെ ഭർസിക്കും. അവരുടെ ശങ്ക നീക്കി പുത്രന് അഭിഷേകം ചെയ്യണമെന്ന് തന്നെയായിരുന്നു എൻ്റെയും നിശ്ചയം. ഇത് ഒരു ആഖ്യായികയായി നീ കണ്ടാൽ മതി. ഓമനെ, ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം ക്ഷമിക്കുക. നീ എന്നോട് പറഞ്ഞതെല്ലാം ഞാനും ക്ഷമിച്ചിരിക്കുന്നു. ശകുന്തള ഉടനെ തന്നെ സമനില പ്രാപിച്ചു. അവളുടെ കണ്ണുകളിൽ തങ്ങി നിൽക്കുന്ന സന്തോഷത്തിൻ്റെ ബാഷ്പത്തുള്ളി അകത്തുകൂടി വ്യക്തമായി കണ്ടു. സഭാവാസികളുടെ എല്ലാം കണ്ണുനീർ നിറഞ്ഞ കണ്ണുകൾ. സർവ്വധമനൻ ഭരതൻ എന്ന നാമത്തിൽ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. ദുഷ്യന്തൻ്റെ കാലശേഷം ഭരതൻ ചക്രവർത്തിയായി തീർന്നു. ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തിന് ഭാരതം എന്ന പേര് വന്നത്. പ്രചലിതമായ കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം കഥ മൂലകഥയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അടുത്ത ഭാഗത്ത് നമുക്ക് കാണാം. കാത്തിരിക്കൂ. പുരാണ കഥകളെ മിഴിവോടെ ആസ്വദിക്കുന്നതിന് കഥാവേദി ലിങ്കിൽ ജോയിൻ ചെയ്യൂ.